നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തില് കുറച്ചു കാലം മുമ്പ് ഒരു പ്രയോഗം പ്രയോഗിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സഖാവ് പിണറായി വിജയനെ ആഭ്യന്തര വാഴയ്ക്ക് എന്നാണ്. സത്യത്തിൽ ആ പ്രയോഗത്തിന് അദ്ദേഹം അർഹനാണോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ വിളിച്ചതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? കാര്യമുണ്ട് എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. അതായത് ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി വലിയ ഒരു സ്ത്രീ പീഡകനായി ഒക്കെ ചിത്രീകരിച്ച് ഇലക്ഷന്റെ തലേന്നെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്ത് പാലക്കാട് ഈ പറയുന്ന വോട്ടർമാരുടെ മുന്നിലൂടെ കയ്യാമം വെച്ചൊന്ന് നടത്തി ഞാനിടാ കേമൻ എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള നാടകം പൊളിഞ്ഞ് പാളിശായി നിൽക്കുന്ന ഈ സമയത്ത് സത്യത്തിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇപ്പോ ഇരിക്കാൻ യോഗ്യൻ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് ഇപ്പൊ ഇരിക്കാൻ യോഗ്യൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രിക്ക് അതിന് യോഗ്യതയൊന്നുമില്ല, നമ്മുടെ പിണറായി വിജയന് യോഗ്യതയൊന്നുമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സാധാരണ എം പ്രതിപക്ഷത്തെ ഒരു പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഇപ്പോ കോൺഗ്രസിലല്ല എന്നുണ്ടെങ്കിലും ഭരണകക്ഷി അല്ലല്ലോ. അപ്പോ മറ്റൊരു ആ ഒരു ക്രൂരമായ പീഡനങ്ങൾ ഒന്നല്ല രണ്ടെണ്ണം നടത്തി ഒളിവിൽ പോയിട്ടും മിണ്ടാതെ കുണുങ്ങാതെ ഇരുന്നിട്ടും ഈ കേരളത്തിലെ ഇത്രയും വലിയ സന്നാഹങ്ങൾ ഒരുമിച്ച് കിടന്ന് പിടിച്ചിട്ടും അയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രി രാജിവെച്ച് പോകണം. ആ സ്ഥാനത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിവുള്ള ഈ ആഭ്യന്തര സംവിധാനത്തെ മുഴുവൻ പരാജയപ്പെടുത്താൻ ശേഷിയുള്ള കേരളത്തിലെ ഇത്രയും അധികം ഇരട്ടച്ചങ്കൻ നേതൃത്വം കൊടുക്കുന്ന ഈ ആഭ്യന്തര വകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ വരച്ച വരയിൽ നിർത്തി അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് നടത്താൻ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ, ഒരു അയാൾ ഇവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ച് നിർത്തിയാൽ പോരെ? അവർക്ക് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റുള്ളവരെയും എല്ലാം കൃത്യമായി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമല്ലോ, അതിനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടല്ലോ. വെറുതെ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് വിളിച്ചത് എന്ന് ഇന്ന് തെളിയാണ്. സത്യത്തിൽ 15 ദിവസം കഴിഞ്ഞു, ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയൊട്ട് പിടിക്കാൻ പറ്റൂല. ഇനി പിടിക്കാന്ന് പറഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച, അത് ഒന്നിടവിട്ട ആഴ്ചകളിലാണ് ചെന്ന് ഒപ്പുവെക്കേണ്ടത്, ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഒപ്പുവെക്കേണ്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ തിങ്കളാഴ്ചയാണല്ലോ ജാമ്യം കിട്ടിയത്. വേണമെങ്കിൽ വരുന്ന തിങ്കളാഴ്ച ഒരു എക്സ്ക്യൂസ് കൊടുക്കാം, അതിനടുത്ത തിങ്കളാഴ്ച പോയി ഒപ്പുവെച്ചാലും മതി. ഒന്നും വരാനില്ല, കോടതി അലക്ഷ്യം ആകാൻ സാധ്യതയില്ല. ഒന്നിടവിട്ട ആഴ്ചയല്ലേ, വിധി വന്നിട്ട് അടുത്ത ആഴ്ച ജാമ്യം അനുവദിച്ചതിന്റെ തൊട്ടടുത്ത ആഴ്ച വേണമെന്നില്ല, അതിനടുത്ത തിങ്കളാഴ്ച എന്ന് കരുതിയാലും വിഷയമൊന്നുമില്ല. സാധാരണഗതിയിൽ ആദ്യ ദിവസത്തെ ഒപ്പുവെക്കൽ കോടതി അത്ര കാര്യമൊക്കെ എടുക്കാറില്ല. കാര്യം കണ്ടീഷനും മറ്റു കാര്യങ്ങളും പുറത്തു വരുമ്പോഴേക്കും ഈ വെയിലിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോയിട്ടുണ്ടാവും ആള്. പിന്നീടാണ് കാര്യങ്ങളൊക്കെ കിട്ടുക, കണ്ടീഷൻസ് ഒക്കെ കിട്ടുക. ചിലപ്പോൾ ആ ഒപ്പുവെക്കേണ്ട ദിവസം കഴിഞ്ഞു പോയെന്നും വരും. അപ്പൊ ആ കാരണത്താൽ ആദ്യത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടും. ഏതായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്ന് വോട്ട് ചെയ്യും എന്നാണ് ഇന്നലെ അറിഞ്ഞിരുന്നത്. വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വരുന്ന തിങ്കളാഴ്ച അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി കൊടുത്തില്ലെങ്കിൽ മാത്രമാണ് വലിയൊരു അപകടം പതിയിരിക്കുന്നത്. അതായത് അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ തിരിച്ചു കൂട്ടിക്കയറാൻ സമ്മതിക്കൂല. കൂട്ടിക്കയറാനും പറ്റില്ല, കാരണം ഇപ്പുറത്തൊരു ബെയിൽ കണ്ടീഷൻ കിടക്കുന്നുണ്ട്. ആ ബെയിൽ കണ്ടീഷൻ കിടക്കുന്നത് കൊണ്ട് കൂട്ടിക്കയറാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും അകത്ത് നിൽക്കാൻ പറ്റൂല, പുറത്ത് നിൽക്കാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥ ഇപ്പോ സംജാതമായ നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് തന്നെ നിൽക്കും. അറിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലത്തോടുകൂടി ഒളിവ് ജീവിതം അവസാനിപ്പിച്ചു, ജാമ്യം താഴേക്കോട് രണ്ടാമത്തെ കേസിൽ ജാമ്യം കിട്ടിയതോടുകൂടി പുറത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ്. എന്നാൽ ഇവിടെ ആദ്യ കേസിലെ ജാമ്യം ഉറപ്പായ സമയത്ത് അവിടെയാണ് ഈ ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേടും വരുന്നത്. അവരുടെ തന്ത്രം പോലും വിലപ്പോയില്ല എന്നുള്ളതാണ്. ആദ്യത്തെ കേസില് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പിച്ചതാ. അതായത് തലേ ദിവസത്തെ വാദഗതികളൊക്കെ തീരുന്ന സമയത്ത് ഞങ്ങളൊക്കെ അറിഞ്ഞത് പ്രതിഭാഗം വക്കീല് പൊള്ളിച്ചടുക്കിയെന്നാണ്, പ്രോസിക്യൂഷനെ പൊള്ളിച്ചടുക്കി കൂത്തുവാള എടുപ്പിച്ചു എന്നാണ്. അതായത് പിറ്റേന്ന് രാവിലെ വിധി പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തിരുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടുമായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്തത്, ഒരു FIR വളരെ പെട്ടെന്ന്, അതായത് അപകടം മണത്തിട്ട് രണ്ടാമതൊരു പ്രതിയെ ഉണ്ടാക്കി. ആ പ്രതിയുമായിട്ടുള്ള കേസും വഴക്കും കാര്യങ്ങളും കോടതിയിൽ വരുന്നത് പിന്നെയല്ലേ. മുൻകൂർ ജാമ്യം വേണോ, കേസ് തള്ളണോ എന്നൊക്കെ പിന്നീടല്ലേ തീരുമാനിക്കുന്നത്. ഏതായാലും ഒരു പരാതി വന്ന നിലയ്ക്ക് പിന്നെ സ്വാഭാവികമായിട്ടും സെഷൻ കോടതിയുടെ മുന്നിൽ ഒരു പ്രഷർ വരും. സമാന കുറ്റകൃത്യം ചെയ്ത മറ്റൊരു FIR മുന്നിലുണ്ട്. അപ്പൊ ഇയാളെ ജാമ്യം കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ, മുൻകൂർ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വസ്തുതകൾ നിരത്താം. അങ്ങനെയാണ് സെഷൻ കോടതി വസ്തുതകൾ മുഴുവൻ നിരത്തിയിട്ട് അവസാനം ഗർഭഛിദ്രം നടത്തിച്ചു, നിർബന്ധിത അബോർഷൻ നടത്തിച്ചു എന്ന നിലയിൽ ആ ഒരു കാരണം അതിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ല, അന്വേഷണം വേണം എന്ന നിലയിൽ തന്നെ മുൻകൂർ ജാമ്യം നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവ് വന്നത്. പക്ഷേ ആ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാലും ഇപ്പുറത്ത് മറ്റൊരു കേസ് ഉണ്ടാകണമെന്ന് പറഞ്ഞത്. എന്നാൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിനെയും സഖാവ് പിണറായി വിജയനെയും അതുപോലെ സർക്കാരിനെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം കൊടുക്കുകയാണ്. അതായത് ഈ കേസ് തന്നെ ഇല്ല, തോട്ടിലിടേണ്ട കേസാണ് എന്ന് കോടതിക്ക് മനസ്സിലായി. അത് തന്നെയാണ് കാരണം ഈ ഇലക്ഷന്റെ തലേന്ന് ഈ കേസ് വരുന്ന
ഇലക്ഷന്റെ തൊട്ട് തലേന്നാണ് ഈ കേസുകളൊക്കെ വരുന്നത്. ഇലക്ഷന്റെ തലേന്ന് ഇയാളെ ഒന്ന് അറസ്റ്റ് ചെയ്തിട്ട് പാലക്കാട് സിറ്റിയിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാടത്തെ വോട്ടർമാരാണല്ലോ ശക്തി, കേരളത്തിലെ മുഴുവൻ ശക്തിയാണ്. അല്ല, എന്റെ ഒരു സംശയം, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണുപിടിയിൽ ഇത്രയധികം പിന്തുണ കിട്ടുന്നത്. അത് ജനത്തിന് അറിയാം ഈ പെണ്ണുപിടിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് എന്ന്. അയാൾ ഒരു പെൺകുട്ടിയോട് അത്തരത്തിൽ ശാരീരികമായി ബന്ധപ്പെട്ട് പെരുമാറിയിട്ടുണ്ട്. അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു എന്ന് അന്തസ്സായിട്ട് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. ചെയ്ത തെറ്റ് ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറച്ചു വെക്കാൻ നടന്നിട്ടില്ല. അത് തെറ്റായാലും ശരിയായാലും താൻ ചെയ്തതാണ്, അത് താൻ മറച്ചു വെക്കുന്നില്ല എന്ന് കോടതിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടും കോടതിക്ക്, അതായത് ഹൈക്കോടതിക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു മുൻകൂർ ജാമ്യം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു നോട്ട് അറസ്റ്റ് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച 15-ാം തീയതി ഈ കേസ് കോടതി എടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷ കൊണ്ട് തന്നെ ഇന്ന് പുറത്തിറങ്ങും. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരാഴ്ച കൂടി അകത്തിരിക്കാം. പക്ഷെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് വന്ന് ഒരുപക്ഷെ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വിവരം കിട്ടിയിട്ടില്ല. വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി തടസ്സമൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വന്നു കഴിഞ്ഞാൽ ആരും മൂക്കിൽ വലിച്ചിട്ടൊന്നും പോകുന്നില്ല. അവിടുത്തെ CPM-നോ അല്ലെങ്കിൽ അവിടുത്തെ BJP-ക്കോ ആർക്കെങ്കിലും രാഹുലിനെ എതിർക്കണോ തോന്നി കഴിഞ്ഞാൽ പോലീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും. അവിടുത്തെ MLA കൂടിയാണ്, ഒരു പൗരനുമാണ്. അയാൾ ആരോ ആയിക്കോട്ടെ, അയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്. ഏതായാലും ഇപ്പോ തോറ്റ് തുന്നമ്പാടി ഇരിക്കുന്ന ഈ അവസരത്തിൽ CPM-ഓ BJP-യോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നിലവിലെ കേസിൽ രണ്ടാമത്തെ കേസ് എടുത്ത് തോട്ടിലിടും എന്ന് ഉറപ്പാണ്. അതുപോലെ ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് ഉറപ്പാണ്. ഇനി കിട്ടിയാൽ തന്നെ ആ കേസ് വിചാരണയിലേക്ക് പോയാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും ചെയ്യില്ല എന്നും ഉറപ്പാണ്. അതായത് ഇത് രാഷ്ട്രീയമായി പൂർണ്ണമായും കെട്ടിച്ചമച്ച കേസാണ് എന്ന് ഇരു കോടതികൾക്കും ഏകദേശം മനസ്സിലായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്താ രണ്ടാമത്തെ കേസ്? 2023 സെപ്റ്റംബറിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അത്രേ. അതായത് ഇരയുമായി ബന്ധം സ്ഥാപിക്കുന്നു, ബന്ധം സ്ഥാപിച്ചിട്ട് കല്യാണക്കാരൻ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഏതോ ദൂരെ അറിയാത്ത ദേശത്ത്, അറിയാത്ത ഒരു സ്ഥലത്ത്, ഒരു റിസോർട്ടിലോ ഫാം ഹൗസിലോ അങ്ങനെ എവിടെയോ കൊണ്ടുപോയി വിവാഹകാര്യം സംസാരിക്കാൻ, തന്റെ ഭാവി ജീവിതം എങ്ങനെയാണ് എന്ന് ആലോചിച്ച് സംസാരിക്കാൻ വേണ്ടി സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. വാതിൽക്ക് എത്തിയപ്പോൾ തന്നെ ഒരു ഒറ്റ തള്ളും പിന്നെ ഒരു ഒറ്റ റേപ്പുമാണ്. ചോദിച്ചു പറഞ്ഞ് അനുവാദത്തോടെ ആസ്വദിച്ച് ചെയ്യാനൊന്നും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റൂല. റേപ്പ് തന്നെ ചെയ്യണം. അതായത് ഇരയെ വേദനിപ്പിച്ച് ശരീരം മുറിവേൽപ്പിച്ച് എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു സൈക്കോ ആണ് ആള് എന്ന് ഇവർക്ക് തെളിയിക്കണം ആ നിലയിൽ. പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ, ഇവിടെ കോടതിയിൽ ആ കേസ് വരുമ്പോ പരാതിക്കാരിയല്ല, പരാതിക്കാരനാണ്. ഇത്തരത്തിൽ 2023 ഒരു സംഭവം ഉണ്ടായിട്ട് പരാതിക്കാരി ഒരു പരാതി എവിടെയും കൊടുത്തിട്ടില്ല. ചില പൊരുത്തക്കേടുകളുണ്ട്. ഇവിടെ ആഭ്യന്തര വകുപ്പ് പറയുന്നത് ക്രൈംബ്രാഞ്ചിന് യുവതിയെ അറിയാമായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഈ പരാതി കൊടുത്തിട്ടുണ്ടാവില്ല, ക്രൈംബ്രാഞ്ചിനെ പരാതി കൊടുക്കാനോ മറ്റോ ശ്രമിച്ചിട്ടുണ്ടാവല്ലോ. അങ്ങനെ ഒരു കേസില്ല. അപ്പൊ പിന്നെ എങ്ങനെ അറിയാവുന്ന യുവതിയെ അറിയുന്നത്? അറിയില്ല. ക്രൈംബ്രാഞ്ചിന് യുവതിയും അറിയില്ല, തിരിച്ചും അറിയില്ല എന്ന് മനസ്സിലാക്കാം. ഏതായാലും 2023 ഏതോ ഒരു സെപ്റ്റംബറിൽ നടന്ന സംഭവം പരാതി കൊടുക്കാൻ കഴിഞ്ഞില്ല. അന്ന് പരാതി കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് പരാതി കൊടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ നേരെ പോലീസിൽ വിളിച്ചു പറഞ്ഞാൽ പോരെ? ക്രൈംബ്രാഞ്ചിനെ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇന്നിപ്പോ 0 FIR ഒക്കെ കഥകളൊക്കെ ഉണ്ട്. ഏത് സ്റ്റേഷന്റെ പരിധിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കോളും. എന്നാൽ അതൊന്നും ചെയ്യാതെ പരാതി എത്തിയത് KPCCക്ക്. ഇവിടെ 2 പരാതി നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പുണ്ട്. ആഭ്യന്തര വകുപ്പിൽ കുറെ പോലീസുകാരുണ്ട്. അതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും താഴെ CPO വരെയുള്ള സാധാരണ ആൾക്കാരുമുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, രഹസ്യാന്വേഷണം, മറ്റെല്ലാ ഭാഗങ്ങളും ഉണ്ട്. ഈ വിഭാഗങ്ങളെല്ലാം ഉണ്ടായിട്ടും പരാതി കൊടുത്തിട്ടുള്ളത് ഒന്ന് മുഖ്യമന്ത്രിക്ക്, രണ്ടാമത്തെ പരാതി വന്നിട്ടുള്ളത് പിന്നെ പ്രതിപക്ഷത്ത് KPCCക്ക്. ഇത് രണ്ടും രാഷ്ട്രീയമാണ് എന്ന്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തെളിയാൻ ഇതിൽ കൂടുതൽ വല്ല തെളിവും വേണം? അതിനൊന്നും ആവശ്യമില്ലല്ലോ. ഇതൊക്കെ കോടതിക്ക് മനസ്സിലാവും. അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് ആർക്ക്? ഇടതിനും വലതിനും. അതുകൊണ്ടാണ് ഇപ്പൊ കോൺഗ്രസ് തന്നെ 2 ചേരിയാകുന്നത്. കോൺഗ്രസിലെ ഒരു രാഹുൽ മാങ്കൂട്ടം പക്ഷമുണ്ട്. ശരിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്തിട്ടുള്ള നടപടി 100% തെറ്റാണ്. അത് CPM എടുത്തിട്ടുള്ള മാർഗമാണ് ശരി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ രൂക്ഷമായ ഒരു ആരോപണം വന്നു. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആരോപണത്തിൽ ഒരു പരാതി വരട്ടെ, പരാതി വരുമ്പോൾ ഞങ്ങൾ നടപടിയെടുക്കാം എന്ന് ആയിരുന്നു കോൺഗ്രസ് നേതൃത്വം പറയേണ്ടിയിരുന്നത്. എന്നാൽ രാഹുലിനെതിരെ ഒരു വർത്തമാനം വന്ന ഉടനെ എല്ലാം അങ്ങോട്ട് പുറത്താക്കലാണ് അവിടെ നടന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. സസ്പെൻഷനും കൊടുത്തു. ഇത് രണ്ടും ചെയ്യേണ്ടിയിരുന്ന അദ്ദേഹത്തിന് എതിരെ FIR വരുമ്പോഴായിരുന്നു. FIR വരുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന്, പാർട്ടിന്റെ ഔദ്യോഗിക സ്ഥാനം എടുത്ത് ഒഴിവാക്കാം, പിന്നെ മെമ്പറായിട്ട് അവിടെ ഇരുന്നോട്ടെ, കുറ്റം തെളിയട്ടെ, അപ്പൊ നമ്മൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പ്രശ്നമില്ലായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്.
അതാണ് CPM-നെ കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞത്. CPM ആ കേസിൽ അവര് കുറ്റവാളികളെ സഹായിക്കുന്നുണ്ടോ, കോടതിയിലോ പോലീസിലോ സ്വാധീനിക്കുന്നോ ഒന്നും എനിക്കറിയില്ല. കോടതിയെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഏതായാലും കുറ്റം തെളിയുന്നത് വരെ അവർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കുന്നുണ്ട്, പാർട്ടി സംരക്ഷിക്കുന്നത്. അതുപോലെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസ് നേതൃത്വത്തിൽ ഏറ്റവും ശക്തനായ 2 യുവ നേതാക്കളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ VD സതീശനടക്കമുള്ള കുറച്ച് ആൾക്കാർക്ക് നിർബന്ധമായതുകൊണ്ട് അതിനൊരു അവസരം കിട്ടി. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ പരാതി KPCCക്ക് എത്തിയത്. അത് KPCCക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പോലീസിനെ ഏൽപ്പിക്കും. ഒരു പരാതിക്കാരിയില്ല, എന്താ സംഭവം എന്നറിയില്ല. ഒരു വ്യാജ ഇമെയിലില് വന്ന ഒരു മെയിൽ, അത് വളരെ പെട്ടെന്ന് അങ്ങോട്ട് കേസാകുകയാണ്. ആ സ്പെഷ്യൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നു. നിമിഷ നേരം കൊണ്ട് ഒരു ടീം ഉണ്ടാക്കുകയാണ്. ഒരു പരാതിക്കാരി ഉണ്ടോ എന്ന് പോലും തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇലക്ഷന്റെ തലേന്ന് പെട്ടെന്ന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്ന് കോടതിക്ക് മനസ്സിലാക്കാൻ സാഹസിക ബുദ്ധിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഏതായാലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തിപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കില്ല എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ സ്വതന്ത്രനായിട്ടെങ്കിലും മത്സരിക്കും. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്നിടത്ത് ചിലപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇല്ല എന്നും വരാം. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് വിജയിച്ച് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് സീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് മത്സരിക്കാൻ വേണ്ടിയിട്ട് വേറെ കേസുകളൊന്നും വേണ്ടല്ലോ. അദ്ദേഹത്തെ ചെയ്തിട്ടുള്ള കുറ്റങ്ങളൊന്നും തെളിഞ്ഞിട്ടില്ല, കോടതിയിലായിരിക്കും. മിക്കവാറും അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ 2 കേസും കോഷ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കേസ് എന്തായാലും പോവും, ഹൈക്കോടതി എടുത്ത് കളയും, വലിച്ചെറിയും. ഈ കേസ് കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് കോഷ് ചെയ്ത് കൊടുക്കും. പിന്നെ ആദ്യത്തെ കേസ് അതിനു മുമ്പ് തന്നെ കൃത്യമായ കാര്യങ്ങളെല്ലാം കോടതിക്ക് മനസ്സിലായാൽ അതും തൂക്കിയെടുത്ത് വലിച്ചെറിയാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ 2 കേസും തുമ്പില്ലാതെ ഒന്നുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശുദ്ധനായി നിൽക്കുന്ന സമയത്ത് അയാൾക്കുണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്നറിയാം? അയാൾക്ക് 2 ചീത്തപ്പേരുണ്ടായിരുന്നു. കുറെ തലയ്ക്കുമേതെ കുറെ വാളായിട്ട് കുറച്ച് പെണ്ണ് കേസുകളും അതും ഇതും എല്ലാമായിട്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. യുവത്വത്തിന്റെ ചില തിളപ്പുകളും പിന്നെ പെണ്ണുങ്ങളൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഒന്ന് നോക്കൂ എന്ന് ചോദിച്ചാൽ നോക്കൂല എന്ന് പറയാനുള്ള ഷണ്ടത്തൊന്നും അയാൾക്കില്ല. ആരും ഒന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാത്ത പുണ്യാളച്ചന്മാരൊന്നുമല്ല ഇവിടെ ഉള്ളവര്. ആരും അറിയില്ല എന്നുണ്ടെങ്കിൽ, തനിക്ക് തടി കേടാവൂല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്തരത്തിലൊരു കാര്യങ്ങൾ അയാളും ചെയ്തിട്ടുണ്ടാവും. ചെറുപ്പക്കാരനല്ലേ, പക്ഷെ അത് അഡ്മിറ്റ് ചെയ്യാനുള്ള മനസ്സേയൊക്കെ ഉണ്ടായി. പക്ഷെ ഇനി ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം എല്ലാവരും എല്ലാ കാലവും കുറ്റവാളികളായിട്ട് ഇരിക്കുന്നില്ല. അങ്ങനെ അയാൾക്കുണ്ടായിരുന്ന ചീത്തപ്പേരെല്ലാം മാറി ഒരു സംശുദ്ധമായ മനസ്സോടെ നല്ലൊരു പൊതുപ്രവർത്തനമായി വരുമ്പോൾ പാലക്കാട് ജനത എന്നല്ല കേരള ജനത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും നെഞ്ചോട് ചേർക്കും. പാലക്കാട് ജനത എന്നല്ല കേരള ജനത ഇനിയും നെഞ്ചോട് ചേർക്കും. എനിക്ക് വരുന്ന മെസ്സേജുകൾ, എനിക്ക് വരുന്ന കോളുകൾ ഇവിടെ നിന്നെല്ലാം വരുന്നതെന്നറിയാം. US നിന്ന് വരുന്നുണ്ട്, ദുബായിൽ നിന്ന് വരുന്നുണ്ട്, ഖത്തറിൽ നിന്ന് വരുന്നുണ്ട്, പലയിടങ്ങളിൽ വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന എനിക്ക് ഇത്ര കോളുകൾ വരുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി 100% സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോ ചെയ്യുന്ന, അയാളുടെ തെറ്റുകളെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഒരക്ഷരം മിണ്ടാത്തവർക്ക് എത്ര കോളുകളും എത്ര മെസ്സേജുകളും വരുന്നുണ്ടാവും. എത്ര സ്ത്രീകളാണ് വിളിക്കുന്നത്, എത്ര അമ്മമാരാണ് ഇപ്പോഴും വിളിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണ കുറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പറഞ്ഞുള്ള ആ ഒരു പ്രയോഗം ആഭ്യന്തര വാഴ എന്നതിവിടെ പ്രാവർത്തികമാകുന്നത്. ഒരു സംസ്ഥാനത്തെ മുഴുവൻ ആഭ്യന്തര സംവിധാനങ്ങളും ഉച്ചുകുത്തി ശ്രമിച്ചിട്ടും ഒരു പ്രതിയെ, അതൊരു ബലാത്സംഗ കേസിലെ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ ആഭ്യന്തരമന്ത്രി സ്വന്തം നില ഒന്ന് പരിശോധിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് വിളിച്ചതുപോലെ ഇനി ആഭ്യന്തര വാഴ വല്ലതുമാണോ എന്ന് നാട്ടുകാർ സംശയിച്ചാലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. Different angles. Don't forget to subscribe and support this channel.